ഉസ്താദ് ദർജേറ്റി കൊടുക്കുമാറാകട്ടെ, അവരൊക്കെ ഇവിടെ പഠിപ്പിച്ചു തന്നത് 1400 വർഷം പഴക്കമുള്ള ഇസ്ലാമാണ്. ജമാഅത്ത് ഇസ്ലാമി 75 കൊല്ലം പഴക്കമുള്ള ഇസ്ലാമാണ്. ഉമ്മമാരെ, ഏതാണ് വേണ്ടത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. കേട്ടോളൂ, അദ്ദേഹം തന്നെ പറയട്ടെ. അങ്ങനെ ഒരു സന്ദേശവുമായിട്ടാണ് ഒരു 75 കൊല്ലം മുമ്പ് മർഹൂം സയ്യിദ് അബ്ദുൽ അല മൗദൂദി ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകിയിട്ടുള്ളത്. അപ്പോൾ തജ്ദീദി പ്രസ്ഥാനം എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വകുപ്പ്. മറ്റുള്ളവരെക്കാൾ ജമാഅത്ത് പ്രവർത്തകർ ഇത് ഉൾക്കൊള്ളേണ്ടത്. അപ്പൊ ജമാഅത്ത് ഇസ്ലാമിയിൽ ഏതെങ്കിലും പ്രവർത്തകന്മാർ അറിയാതെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ സീനിയർ നേതാവ് പറഞ്ഞതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് സൗജന്യമായി കേൾപ്പിച്ചു തന്നത്. നിങ്ങളാരും പറഞ്ഞിട്ടല്ല. ഞാൻ കോഴിക്കോട്ട് നിന്ന് അല്ലെങ്കിൽ മലപ്പുറത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിങ്ങളെ മൗലവിയെ പെട്ടിയിലാക്കിയിട്ട് കേൾപ്പിച്ചു തന്നതാണ് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി. അദ്ദേഹം തുറന്നു പറയുന്നു, 75 വർഷത്തെ പഴക്കമേ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനുള്ളൂ എന്നാണ്. പിന്നെ അദ്ദേഹം ഉണ്ടാക്കിയ മൗദൂദി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. തങ്കീദോ തഹ്ഖീഖ് സ്വലാത്ത് पैदा करने के बाद पहला काम जो मैंने किया वही कब्र की तरफ से उतार पेंगा जो मुझे मिरास में मिली थी मौजूद मुसलमान और सियासी कश्मकश എന്ന കിതാബിൽ അദ്ദേഹം തുറന്നു പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ ഗവേഷണം നടത്താനുള്ള കഴിവ് ആർജിച്ചെടുത്ത ശേഷം ഞാൻ ആദ്യം ചെയ്ത സ്വാലിഹായ കർമ്മം പാരമ്പര്യമായി ലഭിച്ച മതത്തിന്റെ ചരട് എൻ്റെ പിരടിയിൽ നിന്ന് പൊട്ടിച്ചെറിയലാകുന്നു. ഇനി നൂലറ്റ പട്ടം എങ്ങോട്ട് പോകും? ബ്രേക്ക് പൊട്ടിയ കാറ് എവിടെ ചെന്നിടിക്കും? കാര്യമായിട്ട് നമുക്കൊരു പിടുത്തമുള്ളത് പാരമ്പര്യത്തിലാണ്. അതിനാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന ദുആ ചെയ്തത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ എനിക്ക് ചേരേണ്ടത്, എന്നെ നീ നിർത്തേണ്ടത് പൂർവ്വസൂരികളായ നീ പ്രത്യേകം അനുഗ്രഹിച്ച മഹാന്മാരുടെ മാർഗത്തിലാണ് എന്ന ആ മാർഗം മിനൽ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, പൂർവ്വസൂരികളായ മഹത്തുക്കളുടെ മാർഗം എന്നാണ്. ആ പാരമ്പര്യത്തിന്റെ കടക്ക് കത്തിവെച്ചു പൊട്ടിച്ചെറിഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മേ അജ് സറേ നവോ ഈമാൻ ലാതാ ഓർ ജമാഅത്തെ ഇസ്ലാമി മേ ശരീക് ഹോതാ ഹൂം, ഞാൻ നിന്ന് അക്ഷരാർത്ഥത്തിൽ ഒരു പുതുവിശ്വാസിയായി കലിമ ചൊല്ലി ജമാഅത്ത് ഇസ്ലാമിയിൽ ചേർന്നു. റൂദാദെ ജമാഅത്ത് ഇസ്ലാമിയാണ്. ഇപ്പൊ പൊന്നാനിയിൽ പോയി തൊപ്പിയിടുന്നത് പോലെ ഇസ്ലാം എന്ന് രാജിവെച്ചു ജമാഅത്ത് ഇസ്ലാമിയിൽ ചേർന്നു. കോഴിയിറച്ചിയും ഇറച്ചിക്കൊഴിയും രണ്ടല്ലേ അല്ലേ? കോഴിയിറച്ചിയും ഇറച്ചിക്കൊഴിയും രണ്ടാണ്. കേൾക്കുമ്പോ തോന്നുന്നു രണ്ടും കോഴി ഇറച്ചി അല്ല. കോഴിയിറച്ചി വേറെയാണ്, ഇറച്ചിക്കൊഴി വേറെയാണ് അല്ലേ? കോഴിമുട്ട വേറെയാണ്, മുട്ടക്കോഴി വേറെയാണ്. രണ്ടും രണ്ടാ. എടവണ്ണ വേറെയാണ്, എടവണ്ണപ്പാറ വേറെയാണ്. രണ്ടും രണ്ട് സ്ഥലത്താ. ഇന്ത്യ വേറെയാണ്, ഇന്തോനേഷ്യ വേറെയാണ്. അങ്ങനെയല്ലേ? നോക്കിക്കോ നിങ്ങൾ, വെസ്റ്റ് ബംഗാൾ വേറെയാണ്, ബംഗ്ലാദേശ് വേറെയാണ്. രണ്ടും രണ്ടാ. ഇതുപോലെ ജമാഅത്തെ ഇസ്ലാമി വേറെയാണ്, ഇസ്ലാമിക ജമാഅത്ത് വേറെയാണ്. രണ്ടും രണ്ടാ. ഇവർ തുറന്നു പറഞ്ഞു, പാരമ്പര്യമാല പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പുതുവിശ്വാസിയായിട്ടാണ് ഞാൻ ജമാഅത്ത് ഇസ്ലാമിയിൽ ചേർന്നത് എന്നാണ്. അപ്പൊ ഇനി അത് പുത്തൻ പാർട്ടിയാണോ പുതിയ പാർട്ടിയാണോ എന്ന് അധികമൊന്നും ചിന്തിക്കാതെ അറിയും. എന്നാലും 2 എണ്ണം 8 അല്ല, 1 തൊട്ടാൽ 3ഓളം എന്നാണ് പഴമക്കാരുടെ പറച്ച്. ഒറ്റ ക്ലിപ്പും കൂടെ നിങ്ങൾ സഹിക്കുക. അതിൽ സീനിയർ നേതാവ് തന്നെ പറയുന്നുണ്ട്, ഇതൊരു പുത്തൻ പ്രസ്ഥാനമാണ് മക്കളെ. നിങ്ങളവൻ തെറ്റിദ്ധരിച്ച് റസൂലിനെ പ്രചരിപ്പിച്ച 1400 വർഷം പഴക്കമുള്ള സ്വഹാബത്ത് കേരളത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ കൊല്ലം ജില്ലയിലും ഒരു പള്ളി പണിയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ചേകരിക്കുമ്പോഴേ കൊടുങ്ങല്ലൂരും പള്ളിയില്ലേ? അവരൊക്കെ ഉണ്ടാക്കിയെടുത്ത 1400 ശിഷ്ടം പഴക്കമുള്ള ഇസ്ലാം നോ, അതല്ല ഇത്. അത് വേറെ, ഇത് വേറെ, ഇത് പുതിയതാണ്. അത് ആരോപണമായിട്ടല്ല പറയാറ് ആളുകൾ. ഞാനത് വസ്തുതയെ അംഗീകരിക്കുന്നു എന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ സീനിയർ ലീഡർ പറയട്ടെ. കേട്ടോളൂ സുവ്യക്തമായി. പ്രസ്ഥാനത്തെ ഒന്ന് ചെറുതായി പരിചയപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. ഒന്നാമതായി, പ്രതിയോഗികളുടെ ജമാഅത്തെ ഇസ്ലാമിയെ എതിർകക്ഷിയായിട്ട് കാണുന്ന മുസ്ലിം സമുദായത്തിലെ ചില കക്ഷികളുടെ ഒരു ആരോപണം ഞാൻ ഉദ്ധരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരു പുത്തൻ പ്രസ്ഥാനം അഥവാ പുത്തൻ പ്രസ്ഥാനങ്ങളിൽ ഒരു പ്രസ്ഥാനം. 73-ൽ 1
ഇത് ഒരു ആരോപണമായിട്ടാണ് സുന്നികൾ ഉന്നയിക്കുന്നതെങ്കിലും ഇനി കേട്ടോ ഞാനിത് ഒരു വസ്തുതയായി അംഗീകരിക്കുകയാണ്. കഴിഞ്ഞില്ലേ? തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി ഒരു പുത്തൻ പ്രസ്ഥാനം. ഇനി നമുക്ക് ആ ഡെഡ് ബോഡി മോർച്ചറിയിലേക്ക് വെച്ചൂടെ? കാരണം ഞാൻ കുറേ ആയത്തും മദീദ് പുസ്തകവും വായിച്ച് ഇതൊരു പുത്തൻ പ്രസ്ഥാനമാണെന്ന് ഇനി പറയേണ്ടതില്ല. അതിൻ്റെ സീനിയർ നേതാവ് പറയുന്നത് ഇത് പുത്തൻ പ്രസ്ഥാനമാണ്, ആരോപണമല്ല, ഉള്ളതാണ്. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. മുമ്പൊരുത്തൻ ഹോട്ടലിൽ കയറി നാസ്ത കഴിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. പൊറോട്ട വരട്ടെ എന്ന് പറഞ്ഞു. പൊറോട്ട 2 എണ്ണം കൊണ്ടുവന്നു. കറി എന്താ ഉള്ളതെന്ന് ചോദിച്ചു. നല്ല മീൻകറി ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ മീൻകറി? നല്ല ചെമ്മീനുണ്ട് എന്ന് പറഞ്ഞു. കൊഞ്ചനോ ഇവിടെ എന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ മുന്തിയ മീനല്ലേ. അങ്ങനെ പൊറോട്ട 2 എണ്ണം കഴിച്ചു കഴിഞ്ഞപ്പോഴും കറി ബാക്കി വന്നു. അയാൾ ചിന്തിച്ച്, പടച്ചവനെ, പൊറോട്ടക്ക് 10 20 രൂപയേ ഉള്ളൂ, കറിക്ക് 80 രൂപയാണ്. അപ്പൊ ഈ പൊറോട്ടക്ക് ശേഷം കറി വേസ്റ്റ് ആക്കിയാൽ നഷ്ടം, എങ്കിൽ ഒരു പൊറോട്ടയും കൂടെ വരുത്താം. അങ്ങനെ 3ാമതൊരു പൊറോട്ടക്ക് കൂടെ ഓർഡർ ചെയ്തു. പക്ഷെ 3ാമത്തെ പൊറോട്ട കഴിച്ചു വായിലേക്ക് വെക്കുമ്പോൾ ബോധ്യപ്പെട്ടു, ഇത് എന്നെ വഞ്ചിച്ചിട്ടുണ്ട്, ഇത് ഇന്നലെ ചുട്ട ഓൾഡ് പൊറോട്ടയാ, ആദ്യം ഇത് ഫ്രഷാ. പക്ഷെ ഇദ്ദേഹം ചിന്തിച്ചു, പെട്ടെന്ന് എടുത്തു ചാടി ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന കസ്റ്റമേഴ്സൊക്കെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോവും. അത് മാന്യതക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് മാന്യത കീപ്പ് ചെയ്ത് ശബ്ദം ഉണ്ടാക്കാതെ സപ്ലയർ വിളിച്ചിട്ട് പറഞ്ഞിടോ, ഈ 3ാമത് കൊണ്ടുവന്ന പൊറോട്ട ഇല്ലേ, അത് ഇന്നലെ ചുട്ടതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. മാന്യതയിൽ പറഞ്ഞതാ, സംശയമുണ്ട് വെറുതെ. അപ്പൊ ഇയാള് കൊണ്ടുവന്ന സപ്ലയർ ഇങ്ങോട്ട് ഹീറ്റായിട്ട്, തനിക്ക് സംശയമുള്ളൂ, എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞു. ഏത് ഇന്നലത്തെ പൊറോട്ടയാണെന്ന് തന്ന എനിക്ക് ഉറപ്പുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറ. അവിടെ നമ്മുടെ ഹെൽത്തിന്റെ ഉദ്യോഗസ്ഥന്റെ ഒക്കെ ആവശ്യം വരിക. പിന്നെ വേഗം സാധന സാമ്പിൾ എടുക്കുക, ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാരെ സമീപിക്കുക. അതല്ലേ പിന്നെ മാർഗമുള്ളൂ. അദ്ദേഹം തന്നെ തുറന്നടിച്ചു, പഴയതാണ്, എന്നെ വഞ്ചിച്ചതാണ്. ഈ ജമാഅത്ത് സ്വാമിയുടെ നേതാവ് പറയുന്നു, ഇത് പുതിയതാണ്, പഴയതല്ല. ഇനി മാഷറയിൽ പോലും നിങ്ങൾ കൊടുക്കും. ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടെ RSSുമായി ചർച്ച നടത്താൻ പോയാലും, വെൽഫെയറിന്റെ കൂടെ വോട്ട് പിടിക്കാൻ പോയാലും, അതുപോലെ തന്നെ നിങ്ങൾ മണ്ണിന്റെ കലവുമായിട്ട് വോട്ട് പിടിക്കാൻ പെണ്ണിറങ്ങിയാലും, ഏത് പേരിൽ പ്രത്യക്ഷപ്പെട്ടാലും നിങ്ങൾ കുടുങ്ങും. അള്ളാഹുവിന്റെ അടുത്തെത്തുമ്പോൾ ഈ മൗലവി പറയും, അള്ളാഹുവേ, ഞാൻ അപ്പോഴേ ഇവന്മാരോട് പറഞ്ഞതാ ഇത് പുതിയ പാർട്ടിയാണ് എന്ന്, ഞാനറിയില്ലേ, അവന്മാർ ഫോളോ ചെയ്ത് ഞാൻ അറിയില്ല എന്ന് അവിടെ വെച്ച് നേതാവ് നിഷേധിച്ചാൽ കൈ കടിക്കേണ്ടി വരും. അതേസമയം സുന്നികൾ അങ്ങനെയല്ല. മുരീദി തമസ്സക് ബി വകുംദി യവാതിഖ ഫഅഹമീക ഫിദ്ദുനിയ വയൗമൽ ഖിയാമത്തി. വസുല്ലാലം ഖുത്ബുൽ ഖത്താബ് അഷ്ഹ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ സുന്നികളാകുന്ന നമുക്ക് ഉറപ്പ് തന്ന വാക്കെന്താണ്? എന്നെ പിടിച്ചവൻ ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവാർ. ബിൽ ഖുത്ബിർ റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി അഫാത്തിൻ യാ അല്ലാഹ്. ഓ എൻ്റെ മുരീദന്മാരെ, എന്നെ വിശ്വാസത്തിലും കർമ്മത്തിലും അംഗീകരിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ഉമ്മമാരെ, പെങ്ങന്മാരെ, എന്നെ പിടിച്ചോളൂ, എന്നെ ഫോളോ ചെയ്തോളൂ, എന്നെ അംഗീകരിച്ചോളൂ. ദുനിയാവിലും നാളെ മാശറയിലും നിങ്ങളെ കൈ പിടിക്കാൻ ഞാൻ ഉണ്ടാകും കേട്ടോ. പടച്ചറപ്പ് തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ഇതേ വാക്ക് മുത്ത് റസൂലും പറഞ്ഞു അനഫറതുക്കും ഇൻദൽ ഹൗൽ. നിങ്ങൾ എന്നെ ഫോളോ ചെയ്തോ, എന്നെ അംഗീകരിച്ചോ, എൻ്റെ മദീനയിൽ വന്ന് എന്നെ സിയാറത്ത് ചെയ്തോ, എൻ്റെ മദ്ഹ് പറഞ്ഞോ, എന്നെ അനുസ്മരിച്ചോ, നാളെ ഒരു തുള്ളി വെള്ളം കിട്ടാത്ത മാശറയിൽ നിങ്ങൾക്ക് ഹൗദുൽ കൗസർ തരാൻ ഞാൻ നിങ്ങളെ കാത്തു നിൽക്കും കേട്ടോ. ആ വാക്ക് മുത്തുനബി തന്നത് കൊണ്ടാണ് സുന്നികളാകുന്ന നമ്മളെല്ലാവരും
في حوضك للعطش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي നബിയേ അവിടുന്ന് വാഗ്ദാനം ചെയ്ത ഹൗദുൽ കൗസർ ഇല്ലേ, അത് അല്ലാഹു നിങ്ങൾക്ക് തന്നതാണല്ലോ. ഇന്ന അഅ്തൈനാക്കൽ കൗസറ, അല്ലാഹു തന്നു എന്ന് ഖുർആൻ പറഞ്ഞതാണല്ലോ. ആ ഹൗദുൽ കൗസർ ഒരു കോപ്പ തരണേ. ഒരു പുതിയ വീടുണ്ടാക്കിയാൽ അല്ലേ, ഒരു കച്ചവടം തുടങ്ങിയാൽ അല്ലേ, റബീഉൽ അവ്വൽ വന്നാൽ അല്ലേ, ഉപ്പ മരിച്ചാൽ അല്ലേ, നമ്മൾ ബുക്കിംഗ് ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് പാരമ്പര്യം, ഇതാണ് സുന്നിസം. ഇതിന് വെളിക്ക് പുറത്താണ് ജമാഅത്ത് ഇസ്ലാമി എന്ന ഇപ്പൊ ബോധ്യപ്പെട്ടത്. ഇനിയിപ്പോൾ ഉള്ളത് തബ്ലീഗ് ജമാഅത്താണ്. ഇവിടെ ഉണ്ടായത് കൊണ്ടല്ല. ചിലർ പറയും ഇപ്പൊ ഇന്നലെ എനിക്ക് പരിപാടി പോലെ കോഴിക്കോട് അബന്തിരങ്കാവ് അവിടെ എന്നോട് പറഞ്ഞു ഇവിടെ കുറച്ച് മതനിഷേധികളും ആ തരത്തിലെ ആളുകളെ ഉള്ളൂ, ഇവിടെ അങ്ങനെ ഈ മഹലിൽ ഒരൊറ്റ മുജാഹിദും ഇല്ല, ജമാഅത്ത് ഇസ്ലാമിയും ഇല്ല, തബ്ലീഗും ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇത് പറയണമെന്ന് പറഞ്ഞു. കാരണം എന്താ, ഈ കൊറോണ എന്ന് പറഞ്ഞ സാധനം വന്ന ശേഷമാണോ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്? നമ്മൾ ഒറ്റ കൊറോണ രോഗി നാട്ടിലില്ലെങ്കിലും അതേ സമയത്ത് നാം വാക്സിൻ വെക്കും. ഒന്നല്ല 2 എണ്ണം വെച്ചു കഴിഞ്ഞു. കൊറോണ വീട്ടിൽ പെട്ടു മരണപ്പെട്ട മുഅ്മിനീങ്ങളുണ്ട്, ഇവിടെയും അതുണ്ട്. അല്ലാഹ് അവർക്ക് ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. കൊറോണയിൽപ്പെട്ട് രക്ഷപ്പെട്ടവരുണ്ട്, അല്ലാഹ് പരിപൂർണമായ ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. പക്ഷെ കൊറോണ വന്ന ശേഷം പിന്നെ വാക്സിൻ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? എവിടെയോ കൊറോണ ഉണ്ട് എന്ന് കേൾക്കുമ്പോഴേക്ക് പ്രതിരോധ കുത്തിവെപ്പാണ്. ഇപ്പോഴിതാ 3ാമത് കൊറോണയുടെ വകഭേദം വരുന്നു എന്ന് കേട്ടു. ഈ വഹാബിസത്തിന്റെ വകഭേദമാണ് തബ്ലീഗിസം. ഇതേപോലെ കൊറോണയുടെ വകഭേദം അപ്പോഴേക്ക് 3ാമതും വാക്സിൻ എടുക്കാൻ തയ്യാറായിരുന്നു നമ്മൾ. ഇതുപോലെ പരിസരങ്ങളിൽ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ വാക്സിൻ കൊടുക്കണം. സ്പിരിച്വൽ വാക്സിൻ അതിനുവേണ്ടി മാത്രം പറയാ, തെറ്റിദ്ധരിക്കാനല്ല. കാരണം പലർക്കും ഈ തബ്ലീഗ് ജമാഅത്തിൽ കൂടിയ പലർക്കും അറിഞ്ഞുകൂടാ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഈ ചിട്ടിയിലൊക്കെ കൊടുക്കുന്നത് പോലെയാണ്. എത്രയോ പാവങ്ങൾ എങ്ങനെയെങ്കിലും 2 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് ചിട്ടി കമ്പനി കൊണ്ടുവരും. എന്തിനാ? 8 വർഷം കഴിഞ്ഞ മോളെ കെട്ടിക്കണം, അതിന് ആഭരണം വേണമല്ലോ. സുന്നികളായാൽ പരസ്യമായി കൊടുക്കണം, മുജാഹിദ് ജമാഅത്തുമാർ രഹസ്യമായി കൊടുക്കണം, കൊടുക്കലും കൊടുക്കണം, അതുറപ്പല്ല. ഏതായിരുന്നാലും ഈ ആഭരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിടും. 2 കൊല്ലം ലാഭം തരും. പിന്നെ ചിട്ടി കമ്പനി മുങ്ങി. നോക്കിക്കോ നിങ്ങൾ. പിന്നെ പോലീസിനും പിടുത്തല്ല, പോലീസ് മുങ്ങാൻ. ഇപ്പൊ ഇസ്രായേലിലേക്ക് കൃഷി പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു നമ്മുടെ കേരള ഗവൺമെന്റ് കുറച്ച് ആളുകളെ. പോരാ നോക്കുമ്പോൾ ഒരാൾ മുങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഒരു ബിജു തോമസ് അല്ലേ, അയാൾക്ക് ഇപ്പൊ മഷിയിട്ട് തെരഞ്ഞുകൊണ്ട് നിൽക്കാൻ എവിടെയെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ മുങ്ങൽ വിദഗ്ധന്മാരൊക്കെ ധാരാളമായി വരും. അക്കൂട്ടത്തിലാ തബ്ലീഗ് ജമാഅത്തും നന്നാവാൻ വേണ്ടിയാ കൂടുന്നത്. അറിയാതെ ചീത്തയായി പോവാണ്. അവർക്കറിയില്ല ഇത് പുതിയതാണ് എന്ന്. ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയ ആളാണ്. തബ്ലീഗ് ജമാഅത്ത് ലോകത്തുണ്ടായത് ദൈവബന്ധനാണ്, പിന്നെയുള്ള ഡൽഹിയിൽ നിന്നാണ്. 2 സ്ഥലത്ത് ഞാൻ പോയി പഠനം നടത്താൻ വേണ്ടി പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ബിജു മുങ്ങിയതുപോലെ ഞാൻ മുങ്ങിയിട്ടില്ല, പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ അതിൽ ഈ തബ്ലീഗ് ജമാഅത്തിന്റെ ഞാൻ കുറ്റപ്പെടുത്താനല്ലേ, മനസ്സിലാക്കാൻ പറയാൻ. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും സീനിയർ നേതാക്കളിൽ ഒരാളാണ് ചെറൂപ്പ് അബ്ദുൽ ഖൈർ മൗലവി. അദ്ദേഹം അത് തുറന്ന് പറയുന്നുണ്ട്. ഞാനിത് പഠിക്കാൻ വേണ്ടി ദൈവബന്ധിൽ പോയി, എന്നിട്ട് ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു ഇത് മനസ്സിലാക്കി തരാൻ എന്നെ കൊണ്ട് കഴിയില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയില്ല. ഇതാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞ കേട്ടോ. എനിക്ക് പറയാനുണ്ട്. കാരണം ഞാനിത് പഠിക്കാൻ വേണ്ടിയിട്ട് ദൈവബന്ധിൽ പോയി 2 വർഷം താമസിച്ചിട്ടുണ്ട്. മഹാന്മാരായ ഉസ്താദന്മാർ എന്നെ മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഗഹനമായ വിഷയങ്ങളായതുകൊണ്ട് എൻ്റെ ചെറിയ മനസ്സിന് താങ്ങാൻ കഴിയാത്തത് കൊണ്ട് അവർ പ്രത്യേകം അല്ലാഹുവിൽ നമസ്കരിച്ച് ദുആ ചെയ്ത് അങ്ങനെ മനസ്സിലായി തന്ന കാര്യങ്ങളുണ്ട്. അതൊന്നും എനിക്ക് പറഞ്ഞു തരാനും കഴിയില്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാനും കഴിയില്ല. അത്ര ഗഹനമാണ് ഈ വിഷയം. അതുകൊണ്ട് പറയുന്നവർക്ക് മനസ്സിലാക്കാനും കഴിയില്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാവൂല. മാറാത്ത രോഗത്തിന് കിട്ടാത്ത മരുന്ന്. നിങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ കൂടിയാൽ പിന്നെ മക്കളെ വല്ലതും തിരിയോ? പ്രസ്ഥാനം തന്നെ നട്ടം തിരിയാണ്. പിന്നെ ചോദിക്കുന്നതിന് അതിലേറെ നട്ടം തിരിയും. അതിലൊരു സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഒരാൾക്ക് സുന്നിയിൽ കൂടി ഒരാൾക്ക് സംശയം തീർക്കണം. ഉസ്താദെ ഖുത്ബ മലയാളത്തിൽ ഓതാൻ പറ്റുമോ? അതിന്റെ തെളിവ് ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ? അതുപോലെ എന്ത് ചോദിച്ചാലും ഇദ്ദേഹത്തോട് ചോദിക്കുന്നു, മൗലിദ് ഓതുന്നതിനെ കുറിച്ച് തബ്ലീഗ് ജമാഅത്തിന്റെ അഭിപ്രായം എന്ത്? അപ്പൊ ഒന്നുകിൽ മോനെ അത് പുണ്യകർമ്മമാണ്. സിർദി മഖ്തുമിലെ കിതാബ് ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞല്ലേ, കിതാബ് ഉണ്ടാക്കിയത് അല്ലാഹു അല്ലേ മൗലിദ് ഓതുന്നത്. ഇന്നല്ലാഹ വ മലായികത്തു യുസല്ലൂന അലൻ നബി എന്ന് നമ്മോട് പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി എന്ന്.
ഇത് കാബിറുള്ള മൗലിദ് ഓതിയിട്ടില്ലേ? റസൂലുള്ള പുതപ്പ് കൊടുത്തില്ലേ? ഹസ്സൻ സാബിത്ത മൗലിദ് ഓതിയില്ലേ? റസൂലുള്ള സ്റ്റേജ് കെട്ടിക്കൊടുത്തില്ലേ? ഉമർ ഖാദിർ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ ചെന്ന് മൗലിദ് ഓതിയപ്പോഴല്ലേ അത് അംഗീകരിച്ച് റസൂലുള്ള ഇരുമ്പ് കൊണ്ട് പൂട്ടിയ പുട്ട് തുറന്നിട്ട് ഉമർ ഖാദി അകത്തേക്ക് കടന്നില്ലേ? ഇവരൊക്കെ ലോകത്തെ മൗലിദ് ഓതിയവരാണ് മോനെ എന്നല്ലേ തബ്ലീഗുകാരൻ പറയേണ്ടത്? അപ്പോൾ തബ്ലീഗ് ഉണ്ടാക്കിയ ലക്ഷ്യം നടക്കില്ല. അല്ലെങ്കിൽ പിന്നെ ഒറ്റടിക്ക് ശിർക്കാണ്, ബിദ്അത്താണ്, ചെയ്യാൻ പാടില്ല എന്ന് വഹാബി പറയും പോലെ പറയണം. അപ്പോൾ ആളുകൾ കൊഴിഞ്ഞു പോകും. ഓ, ഇത് വീഞ്ഞ് പഴയതാ, കുപ്പി പുതിയതാന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കളയൂലേ? അപ്പോൾ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തിരിയാത്ത കോലത്തിൽ നിസ്കാരത്തിനോട് സക്കാത്തിനെ പറ്റി ചോദിച്ചതുപോലെ എന്തപ്പത് മറുപടി കേട്ടോളൂ. ഞാൻ പറയല്ല, അദ്ദേഹം പറയാം, കേട്ടോളൂ. തബ്ലീഗിന്റെ അജണ്ടയിൽ പരിപാടിയിൽ ഇപ്പൊ മൗലൂദ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത അമലാണ്, നിസ്കാരം എന്ന് പറഞ്ഞ നിശ്ചിത അമലാണ്. അപ്പോൾ സക്കാത്തിനെ പറ്റി എന്താ നിസ്കാരത്തിന്റെ അഭിപ്രായം ചോദിക്കും പോലെയാണ് ആ വിഷയത്തിനെ പറ്റി തബ്ലീഗിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നത്. സക്കാത്തിനെ പറ്റി എന്താ നിസ്കാരത്തിന്റെ അഭിപ്രായം ചോദിക്കണമെങ്കിൽ സക്കാത്തിന് ബുദ്ധിയുള്ള സാധനം ആവണ്ടേ? സക്കാത്തിന് മനുഷ്യനാകണ്ടേ? സക്കാത്തിനോട് എങ്ങനെ ചോദിക്കുക? നിങ്ങൾ പറ, സക്കാത്തെ നിസ്കാരം എങ്ങനെ ഇപ്പൊ ചോദിക്കുക? ഒന്നൊന്ന് ആലോചിക്കുക നിങ്ങൾ. സക്കാത്ത് തന്നെ എന്താ സംഭവം? സക്കാത്തെ നിസ്കാരത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? മറുപടി ഈ ഒരു മറുപടി ആയോ? ആലോചിച്ചു നിങ്ങൾ. മുമ്പ് എൻ്റെ നാട്ടില് ഈ സെൻസസ് എടുക്കാൻ വേണ്ടിയിട്ട് അംഗൻവാടി ടീച്ചർ വന്നു ഒരു തറവാട്ടിലേക്ക്. അവർ ഉപ്പങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പുറത്ത് മാറാൾ നിൽക്കും. ഓ, ഇക്കാടെ പേരെന്താന്ന് ചോദിച്ചു. എൻ്റെ പേരോ? അത് വലിയ സംഭവമാണ്. എൻ്റെ പേരെന്ന് പറഞ്ഞാൽ എൻ്റെ വല്യുപ്പ, എൻ്റെ ഒപ്പുപ്പ ഭയങ്കര സംഭവമായിരുന്നു, ഈ നാട്ടിൽ കാര്യപ്പെട്ട വ്യക്തിയായിരുന്നു. ആ ഉപ്പാപ്പയുടെ പേരാണ് എൻ്റെ പേര്. ഓ, ടീച്ചറൊക്കെ സഹിച്ചു, ലാസ്റ്റ് പറഞ്ഞു ഓക്കെ. ഉപ്പാപ്പയുടെ പേരെന്തായിരുന്നു? അതോ, ഉപ്പാപ്പയുടെ പേര് എൻ്റെ പേര് തന്നെ. ഇപ്പൊ പേര് കിട്ടിയോ നിങ്ങൾ? ഏത് ഈ പോലെ സക്കാത്തിനെ പറ്റി എന്താ നിസ്കാരത്തോട് ചോദിച്ചതുപോലെയാണ് പറഞ്ഞാൽ ചോദ്യകർത്താവിന് മൗലിദിനെ കുറിച്ച് തബ്ലീഗിന്റെ വീക്ഷണം എന്ത്? ആൻസർ കിട്ടിയോ? ഇതാണ് ആ സാധനം. ഇങ്ങനെയാണ് എല്ലാം. നോക്കിക്കോളൂ നിങ്ങൾ. അപ്പൊ ഇത് പുതിയതാണ് എന്ന് പറയേണ്ട ആവശ്യമല്ല. നേരത്തെ മൗദൂദി പറഞ്ഞതുപോലെ തബ്ലീഗ് ജമാഅത്ത് ഉണ്ടാക്കിയത് ഷാഖ് മുഹമ്മദ് ഇല്യാസ് കാന്തലവി എന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഉണ്ടാക്കിയത് എന്ന് അബു ഹസൻ അലി നബിദീവി എഴുതി വെച്ച മലയാളം, അറബി, ഉറുദു എല്ലാ രേഖയിലുമുണ്ട്. അക്കൂട്ടത്തിൽ ദീനി ദഅവത്ത് എന്ന് പറയുന്ന കിതാബിന്റെ 232-ാമത്തെ പേജിൽ കാണാം, തബ്ലീഗ് ജമാഅത്ത് എന്ന പ്രസ്ഥാനത്തിനെ ഉണ്ടാക്കിയ ഷാ മുഹമ്മദ് ഇല്യാസ് തന്റെ ശിഷ്യനോട് പറഞ്ഞു, സഹീറുൽ ഹസൻ മേരാ മുദ്ദ കോയി പാത്താ നഹീ. മുമ്പൊക്കെ ആണെങ്കിൽ ഉറുദു ഹിന്ദി ഒക്കെ പറയാനൊരു പ്രയാസമായിരുന്നു, കാരണം ആളുകൾക്കൊന്നും അറിയൂല. അപ്പോൾ ഒരു മടുപ്പ് തോന്നിപ്പോവും. ഇപ്പോൾ കുറേ ആളുകൾ ഇങ്ങോട്ട് ഉത്തരേന്ത്യയിൽ ഇങ്ങോട്ട് ഇറങ്ങി, ബംഗാളിയും ആസാമിയും ഗുജറാത്തിയും മറാഠിയും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കടക്കാർക്കും ഒരു വേള പെണ്ണുങ്ങൾക്കടക്കം കുറച്ചൊക്കെ ഉറുദു ഹിന്ദി ഇപ്പോൾ അറിയും അല്ലേ? കൈക്കോട്ട് ഉദർ രക്കോ, വികാസ് ഇതർ ദേക്കോ, കമ്പി ഉദർ സെ ദേദോ, സിമെന്റ് ഉദർ ദേക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ ഉറുദു ഹിന്ദിയൊക്കെ കൂട്ടിക്കലർത്തി പറയാനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഉമ്മമാരും അങ്ങനെ തന്നെയാണ്. ഭിക്ഷ യാചിച്ചുകൊണ്ട് വല്ല ഉത്തരേന്ത്യക്കാർ വന്നാൽ ഇതർ നഹി ഹേ, പകുതി നാവുകൊണ്ടും പകുതി കൈകൊണ്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിക്കുന്ന കാലം. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഞാൻ പറയാം, ഈ തബ്ലീഗ് ജമാഅത്ത് ഉണ്ടാക്കിയ ഷാ മുഹമ്മദ് ഇല്യാസ് കാന്തലവി അദ്ദേഹം തുറന്നു പറയുന്നു, സഹീറുൽ ഹസൻ മേരാ മുദ്ദ കോയി പാത്താ നഹി. എൻ്റെ സഹീറുൽ ഹസ, എൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ആർക്കും അറിയില്ല. ലോക സമച്ചിത്ത് ഹേ. കൊല്ലത്തും ഓച്ചിറയിലും പ്രത്യേകിച്ച് കാഞ്ഞിപ്പുഴയിലും തൊടുപുഴയിലും ഒക്കെയുള്ള ചില ആളുകൾ മനസ്സിലാക്കിയത് ഇതൊരു നിഷ്കരിപ്പിക്കുന്ന ടീമാകുന്നു എന്നാണ്. അങ്ങനെയാ ജനങ്ങളെ പൊതുധാരണ. അദ്ദേഹം പറയുന്നു, മേ കസം സേ കഹ്താഹു, ഞാൻ സത്യം ചെയ്തു പറയട്ടെ, ഏ ഹർഗിസ് തഹരീക്കെ സ്വലാത്തിൻ നഹി, ഇതൊരിക്കലും നിസ്കരിപ്പിക്കുന്ന പാർട്ടിയെ അല്ല. ഉണ്ടാക്കിയ ആള് പറയുന്നു ഇത് നിസ്കരിപ്പിക്കാനുള്ള പാർട്ടി അല്ല എന്ന്. പിന്നെ തലവേദനക്കുള്ള ഗുളിക 6 മിക്സാക്കി മയക്കുമരുന്നായി ഉപയോഗിക്കുന്നതിന് നമ്മൾ ഉത്തരവാദിയല്ലല്ലോ. അത്രയതിനുള്ളൂ. ഉണ്ടാക്കിയ ആൾ പറയുന്നു ഇത് നിസ്കരിപ്പിക്കുന്ന പാർട്ടി അല്ല. പിന്നെ എന്താണത്? അദ്ദേഹം തന്നെ സംശയം തീർക്കുന്നുണ്ട്. ഏക് റോസ് ബഡി ഹസ്രത്ത് സേ ഫർമായ, ഒരു ദിവസം മദീവ ദുഃഖത്തോടു കൂടെ പറഞ്ഞു, മിയാ സഹീറുൽ ഹസൻ, എൻ്റെ പ്രിയപ്പെട്ട സഹീറുൽ ഹസൻ, ഏക് നൈ ഖൗം പൈദാ കർനി ഹൈ, ഒരു പുതിയ വിഭാഗം ഇവിടെ ജനിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ പുത്തൻ പ്രസ്ഥാനത്ത്
ഉണ്ടാക്കലാണ് ലക്ഷ്യം എന്ന് തബ്ലീഗ് ജമാഅത്ത് ഉണ്ടാക്കിയ ആളും പറയുന്നു. നോക്കിക്കോ നിങ്ങൾ. അതുകൊണ്ടാണ് ആ സത്യം ഈ അടുത്ത് തുറന്നു പറഞ്ഞു നമ്മുടെ ചുഴലി അബ്ദുള്ള മൗലവിയില്ലേ, അദ്ദേഹം തുറന്നു പറഞ്ഞു ഉത്തരേന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ട അഹ്ലെ ഹദീസ് തന്നെയാണ് തബ്ലീഗ് ജമാഅത്ത്. മാത്രമല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം തന്നെയാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ആശയം. നിങ്ങൾക്ക് എന്താ അത് അറിയാത്തത് എന്ന് തബ്ലീഗ് ജമാഅത്തിൽ നിന്ന് ഇടക്കാലത്ത് പിരിഞ്ഞു പോവുകയും പിന്നീട് അതിലേക്ക് തന്നെ വരികയും ചെയ്ത ചുഴലി അബ്ദുള്ള മൗലവി പറയുന്നു എന്ന് കേട്ടോളൂ നിങ്ങൾ. ഏതെങ്കിലും ഒന്നിട്ടാ എന്താണ് തബ്ലീഗ് ജമാഅത്തിന്റെ ചേബാത്തിന്റെ പ്രധാനം? തബ്ലീഗ് ജമാഅത്തിന്റെ ചേബാത്തിലെ ഒന്നാമത്തെ കാര്യമായ കലിമയും മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന തൗഹീദും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? നിങ്ങൾക്ക് എന്താണ് തിരിച്ചറിയാൻ കഴിയാത്തത്? ചേബാത്തിൽ ഒന്നാമത്തെ കാര്യം കലിമ. ഞാൻ ഈ പറഞ്ഞ ഷഹാദയല്ല പറഞ്ഞത്. മൗലാന ഇല്ലാ സാഹിബിന് നന്നായിട്ട് അറിയാം. ദൈവബന്ധു പോലെയുള്ള 1000 ദൈവബന്ധു ഉണ്ടായിട്ടും കാര്യമില്ല. അതുപോലെയുള്ള ആയിരക്കണക്കിന് മദ്രസകൾ ഉണ്ടായാലും പാവപ്പെട്ട സാധാരണക്കാരന് ഷഹാദത്ത് മനസ്സിലാക്കണമെങ്കിൽ അതിനുവേണ്ടി ഒരു പ്രത്യേക പരിപാടി വേണമെന്നും പറഞ്ഞിട്ടല്ലേ ആൾക്കൂട്ടത്തെയും കൂട്ടി മൗലാന ഇല്ലാ സാഹിബ് യാത്ര ചെയ്യാൻ തിരിച്ചത്. കണ്ട നിങ്ങൾ. അപ്പൊ കേന്ദ്രമൊക്കെ ഒന്നല്ല. പേരിങ്ങനെ കേൾക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇന്നിപ്പോ രാവിലെ ഞാൻ ഏർലി മോർണിംഗ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, നാസ്ത കഴിക്കണം. നോക്കുമ്പോ എന്താ, ഒരാൾ കൊണ്ടുവന്ന് ഇഡ്ഡലിയാ, മറ്റൊരാൾ ദോശയാ. ഉദാഹരണം പറയാ, ഒരാൾ പത്തിരി, ഒരാൾ പുട്ട്. പുട്ട് ഇഷ്ടപ്പെടാത്തവൻ പത്തിരി കൊള്ളും, പത്തിരി പറ്റാത്തവൻ പത്തിരി പറ്റാത്തവൻ ദോശ, ദോശ പറ്റാത്തവൻ ഇഡ്ഡലി, ഒന്നും പറ്റാത്തവൻ നെയ് റോസ്റ്റ്, നെയ് റോസ്റ്റ് പറ്റില്ലേ മസാല ദോശ. ഇതൊക്കെ സംഗതി ഒന്നല്ല, പേര് പലതാണ്. അരിപ്പൊടി, ഉപ്പ്, വെള്ളം. ഇതിനപ്പുറം എന്താ ഉള്ളത്? ചിലതിൽ ചിലപ്പോ കുറച്ച് ഉഴുന്ന് വയന്ന് ചേർക്കുന്നു മാത്രം, അത്രയേ ഉള്ളൂ. ഇതുപോലെ പുത്തനാശയക്കാർ 71 വിഭാഗം, ഒന്ന് സ്വർഗത്തിൽ 72ന്റെയും സ്വഭാവം ഏകദേശം ഒന്നാണ്. ആ സത്യമാണ് ചൊയലി തുറന്നു പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ ഇവിടെ ഉള്ളത് എന്തപ്പം ഞങ്ങളെ പരിഗണിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ആര്? മുജാഹിദ് പ്രസ്ഥാനം. അവരെയും കൂടെ ഒന്ന് നമുക്ക് പരിഗണിക്കാം. അത് ബാക്കി അത്യാവശ്യം ഇനി ഉണ്ട്, കുറെ ഉണ്ട്. ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ വരും, ബേജാറാവേണ്ട. ക്ലിപ്പ് കഴിഞ്ഞിട്ടില്ല. തബ്ലീഗ് ജമാഅത്തിന്റെ 30ഓളം ക്ലിപ്പുകളുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയുടെ അതിലേറെ ഉണ്ട്. മുജാഹിദിന്റെ പരിഗണിക്കാതിരുന്ന സമയം വൈകുമെന്ന് പേടിച്ച് അവർക്ക് വിഷമം ഉണ്ടാവരുത്, നമ്മൾക്കുണ്ടാവും, ടെൻഷൻ അടിക്കാൻ പാടില്ല. അതുകൊണ്ട് അവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്താം, അത് മതി. ബാക്കി പിന്നെ ഖാദിയാനിയൊക്കെ ഏതായിരുന്നാലും ലോകം തന്നെ കാഫറാക്കി തള്ളിയവരാണ്. ചേകനൂർ പിന്നെ പോയ വഴി CBIക്ക് പോലും പിടുത്തം കിട്ടിയിട്ടില്ല. നമ്മൾ ഈ സമയം കളയണ്ടല്ലോ. അപ്പൊ ഇനി മുജാഹിദിനെ പറ്റി പറയാം. എന്റെ കയ്യിലുള്ള ഈ ബുക്ക്, ഇത് ഈ മൗലൂദ് മൗലവി എന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ തലവൻ എഴുതിയതാണ്. സ്വതന്ത്ര സമര സേനാനിയാണ്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേര് ഇന്ത്യൻ മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്നാണ്. ഈ പുസ്തകത്തിന്റെ അവതാരിക CH മുഹമ്മദ് കോയ സാഹിബും ആമുഖം SK പൊറ്റക്കാടുമാണ്. അതിൽ അദ്ദേഹം ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കാം. വഹാബി പ്രസ്ഥാനം ഹെഡിങ് തന്നെ അങ്ങനെയാണ്. ഒരു കാലത്ത് ഇവർ വഹാബി പ്രസ്ഥാനം അഭിമാനത്തോടെ കണ്ടിരുന്നു. ഇപ്പൊ അവർക്ക് വഹാബി എന്ന് കേൾക്കുമ്പോഴേക്ക് ഭ്രാന്തൻ നായ്ക്ക് വെള്ളം കണ്ടത് ഒരു അലർജിയാ. എന്തേ? ടെററിസം, ഭീകരവാദം, IS. നോക്കിക്കോ നിങ്ങൾ. ഇങ്ങനെ തുടങ്ങി പോലീസുകാർ വേട്ടയാടുകയാണ്. കാരണം അത്രത്തോളം ഭീകരതാ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്, സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം. ഉള്ളത് കൊണ്ടാ പോലീസ് തെരയുന്നത്. നമ്മളിതുവരെ പോലീസ് തെരഞ്ഞിട്ടില്ലല്ലോ. ഒരൊറ്റ SSF കാരനും IS പോയിട്ടില്ലല്ലോ. ഒരാൾ യമനിലേക്ക് ആട് മേക്കാൻ പോയിട്ടില്ലല്ലോ. ആരെയും പോലീസ് തെരഞ്ഞിട്ടില്ല. യമനിലേക്ക് ഞാനും പോയിട്ടുണ്ട്, പക്ഷെ പോലീസ് തെരഞ്ഞു വന്നിട്ടില്ല. കാരണം ശരിക്കും വിസയും പാസ്പോർട്ടും അടിച്ച് എയർപോർട്ടിൽ ഇറങ്ങി സനായിൽ ചെന്ന് മഹാന്മാർ സിയാറത്ത് ചെയ്ത് ാനം പഠിപ്പിച്ച ഔലിയാഇന്റെ മഖബറ സിയാറത്തിന് വേണ്ടിയാ. ഞാൻ മറക്കാത്ത സിയാറത്താണ്. കാരണം യമനിലെ തെരീമിൽ മഹാന്മാരായ അഹ്ലു ബൈത്തിന്റെ മഖബറ സിയാറത്ത് ചെയ്ത് ഹൂദ് നബിയുടെ ജാറത്തിങ്ങിലേക്ക് സിയാറത്തിന് വേണ്ടി പോകാൻ ഒരുങ്ങി വാഹനത്തിൽ ഇരിക്കുമ്പോഴാണ് അന്നെന്റെ കൂടെ പോന്നിരുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് ഉന്നി സഖാഫി കൊല്ലം, അതുപോലെ ഫാറൂഖ് അലൈമി കൊല്ലം, അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് എന്റെ ഉപ്പ മരിച്ചു എന്ന ഫോൺ കോൾ വരുന്നത്. അല്ലാഹു ഉപ്പാന്റെ ഖബർ സന്തോഷാക്കി കൊടുക്കട്ടെ. അപ്പൊ ഞങ്ങളൊക്കെ യമനിൽ പോകാറുണ്ട്, മുസ്തഫയിൽ പോകാറുണ്ട്. ആരെയും പോലീസ് തരാറില്ല. കാരണം ഞങ്ങൾ ഭീകരവാദത്തിന് എതിരാണ്, ഞങ്ങൾ സലഫിസമല്ല സൂഫിസമാണ് എന്ന് പോലീസിനറിയാം, ഇന്ത്യൻസിനറിയാം. അതുകൊണ്ട് അവർ ഇപ്പോൾ ഈ പേര് അത്ര അംഗീകരിക്കണില്ല. ഇടയ്ക്ക് അല്ലെങ്കിലും പേരിങ്ങനെ മാറും. അതെങ്ങനെയാണ്? ഒറിജിനൽ ആളുകളായാലും എവിടെ ഒരു പേരാവും. അതേ സമയത്ത് ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പൊ വിവാഹ വീരന്മാരെ കണ്ടിട്ടില്ലേ നിങ്ങൾ? 5-6 പെണ്ണ് കെട്ടി വീരന്മാരുണ്ടാവും. നിങ്ങളെ കൊല്ലം ജില്ലയിൽ ഇത് കുറവാകും, കൊല്ലത്ത്. പക്ഷെ മലപ്പുറത്ത് വന്ന് കൊല്ലത്തുകാരും കെട്ടുന്നുണ്ട്. അപ്പൊ ഏതായിരുന്നു ചുരുക്കത്തിൽ ഓരോ സ്ഥലത്ത് ഓരോ പേരുകൾ അറിയപ്പെടുക. ഇതേപോലെ കുറെ ഇസ്ലായികൾ, കുറെ മുജാഹിദുകൾ, കുറെ വഹാബികൾ, കുറെ സലഫികൾ, ഇപ്പൊ കുറെ ജിന്നുകൾ, ഈച്ചകൾ, അങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട്. പ്രകോപനത്തിനല്ല, ഞാൻ തമാശക്ക് വേണ്ടി പറഞ്ഞതാണ്.
പക്ഷേ സലഫികൾ എന്ന പേര് അത് സത്യത്തിൽ ഒരു വൈരുദ്ധ്യ പേരാണ്. സലഫി എന്നാൽ മുൻഗാമി എന്നാണ് അർത്ഥം. ഇവരാണെങ്കിൽ പറയുന്നു 19-ാം നൂറ്റാണ്ടിലാണ് നിഘണ്ടുവിൽ തന്നെ വഹാബി പ്രസ്ഥാനം തലപിടിച്ചതെന്നാണ്. അപ്പൊ പുതിയ പാർട്ടിക്ക് പഴയവരെന്ന് പേരിട്ടാൽ ഇത്ര കിഴക്കാണോ നിങ്ങളുടെ നാട്ടിൽ പടിഞ്ഞാറ് എന്ന് ചോദിക്കുമ്പോൾ ഇത്ര കിഴക്കാണോ പടിഞ്ഞാറ് യുവജൻ കയ്യുമാ ഇങ്ങനെയായി പോകും. പക്ഷേ ഈ അടുത്തൊരു ചെറുപ്പക്കാരനോട് ഉസ്താദ് അത് വിളിച്ചോട്ടെ, ഒരു ചെറിയ ബന്ധമുണ്ട്. എന്താ ബന്ധം? ഈ സെൽഫി എടുക്കുക എന്ന് പറഞ്ഞാൽ അറിയില്ല നിങ്ങൾക്ക്? പലരും സെൽഫി എടുത്ത് അപകടത്തിൽപ്പെടാറുണ്ടല്ലോ. എൻ്റെ കയ്യിലെ ഫോൺ എന്നെ എടുക്കുന്നു, എനിക്ക് തോന്നിയതുപോലെ. ഇതിനാണ് സെൽഫി എന്ന് പറയുക. ഇതുപോലെ വായിൽ തോന്നിയതുപോലെ ഇസ്ലാം പറയുക, അതാണ് സെൽഫി. കറക്റ്റ്. എങ്കിലൊക്കെ നിങ്ങൾ തോന്നിയതുപോലെ ഫോട്ടോ എടുക്കുന്നു, സെൽഫി. തോന്നിയതുപോലെ പറയുന്നു, ഫത്വ കൊടുക്കുന്നു, സെൽഫി. കറക്റ്റ്. നോക്കിക്കോ നിങ്ങൾ. അങ്ങനെ ഇരിക്കട്ടെ. ഞാനിത് തമാശക്ക് പറയുകയാണ്, കാര്യത്തിന് വേണ്ടിയിട്ട്, ചിന്തിക്കാൻ വേണ്ടി. പെട്ടെന്ന് നിങ്ങൾ അങ്ങോട്ട് ദേഷ്യം പിടിച്ചു പോവണ്ട. അതേസമയത്ത് നിങ്ങൾ ചിരിച്ചോ. പിന്നൊന്നിങ്ങനെ ഞങ്ങളെ കുറിച്ചാണല്ലോ പറയുന്നത്, ഒന്ന് ആലോചിച്ചോ. നമ്മൾ ശരീരത്തിന് ചൊറി വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ഒന്നിങ്ങനെ അല്ലേ, ഒന്നിങ്ങോട്ട് മാന്തും. ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ ചെറിയ മുറിവ് വന്നാൽ ഒരു നീറ്റൽ വരും. അതൊരു സുഖമാണല്ലോ, ഒരു ചെറിയ നീറ്റൽ അല്ലേ. ഇതേപോലെ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ആ തമാശ രീതിയിൽ പറയുന്നത്. അപ്പൊ ഏതാവട്ടെ ഞാൻ വായിക്കാം. വഹാബി പ്രസ്ഥാനം. വഹാബി എന്ന അറബി പദം ഭാരതീയ ഭാഷകളുടെ നിഘണ്ടുവിൽ 19-ാം നൂറ്റാണ്ടിലാണ് സ്ഥലം പിടിച്ചത്. 19-ാം നൂറ്റാണ്ട് വരെ നിഘണ്ടുവിൽ തന്നെ ഇങ്ങനെ പേരില്ല പോൽ. അതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെ പ്രസ്ഥാനം തന്നെ ഇല്ല. ഇത് പുതിയതാണെന്ന് മനസ്സിലാക്കാൻ ഐസക് ന്യൂട്ടന്റെ ബുദ്ധി വേണോ? വേണ്ട. സർ APJ കലാമിന്റെ ബുദ്ധിയാണോ? വേണ്ട. നോളജ് സിറ്റി കണ്ടുപിടിച്ച കാന്തപുരം ഉസ്താദ് ഹഫ്ളഹുല്ലാഹ് ബുദ്ധി വേണോ? വേണ്ട. ഞാൻ പറയാറുണ്ട്, പൂങ്കാവനത്തിലെ കുഞ്ഞാപ്പൂ ആകരുത്. ഇത്രയേ ഉള്ളൂ. ഒരു ആവറേജ് ബുദ്ധി ഉണ്ടെങ്കിൽ അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കിയത് അബുൽ അല മൗദൂദിയാണല്ലേ? ഖാദിയാൻ ഉണ്ടാക്കിയത് മിർസ ഗുലാം അഹമ്മദ് ആണല്ലേ? തബ്ലീഗ് ഉണ്ടാക്കിയത് ഷാമുദ്ദില്ലാസ് ആണ് അല്ലേ? വഹാബി പ്രസ്ഥാനം ഉണ്ടാക്കിയത് അബ്ദുൽ വഹാബ് ആണല്ലേ? സുന്നി ഉണ്ടാക്കിയത് ആരാ? അല്ലാഹ്. അത് പൂർത്തിയാക്കിയത് മുത്ത് റസൂലുള്ളാഹ്. കണ്ട നിങ്ങൾ, മനുഷ്യ നിർമ്മിതം അല്ല സുന്നിസം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവന്മാർ ഈ പേര് സ്വീകരിക്കുന്നത്. മലപ്പുറത്തൊരു ആദർശ സമ്മേളനം നടന്നു, സുന്നികളുടേത്. കോഴിക്കോട് നടന്നു. കോഴിക്കോട് ബഹുമാൻ ജിഫ്രി മുത്തുക്കോയത്തങ്ങളുടെ നേതൃത്വത്തിലുള്ള സമ്മേളനം നടന്നു. മലപ്പുറത്ത് ഖലീൽ തങ്ങളുടെയും മറ്റു നേതൃത്വ സമ്മേളനം നടന്നു. രണ്ടും അല്ലാഹ് കബൂലാക്കട്ടെ. ആ സമ്മേളനത്തിന് മറുപടി വെച്ചു മുജാഹിദ് പ്രസ്ഥാനം. വെച്ചപ്പോൾ അവർ കൊടുത്തത് അഹ്ലുസുന്നയുടെ മറുപടി എന്നാ. നിങ്ങൾ അപ്പൊ ഈ പേര് ഇത് ബ്രാൻഡഡ് ആണ്. അഹ്ലുസുന്ന ബ്രാൻഡഡ് ആണ്, മറ്റേ ഡൂബിളിയാണ്. ആളുകൾ തിരിച്ചറിയാതിരിക്കാൻ ബ്രാൻഡഡിന്റെ പേര് അൺബ്രാൻഡഡിന് വെക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, പഞ്ചസാര പാത്രത്തിൽ കൊണ്ടുപോയി കുരുമുളകെന്ന് പോലെ എഴുതി വെച്ചാൽ ഉറുമ്പ് വരാതിരിക്കൂല. ഉറുമ്പിന്റെ നോട്ടം ഈ ചില്ലിന്റെ റൈറ്റിലേക്കല്ല, ഉള്ളിലെ ചരക്കിലേക്കാണ്. അപ്പൊ സുന്നി ഒറിജിനൽ. ഇനി കേട്ടോളൂ, ആരാണ് ഈ പ്രസ്ഥാനത്ത് ഉണ്ടാക്കിയത്? ഈ പ്രസ്ഥാനത്തിന്റെ ജനയിതാവ്, വഹാബി പ്രസ്ഥാനത്തിന്റെ ജനയിതാവ് നജിദിലെ മഹാപണ്ഡിതനായ അബ്ദുൽ വഹാബിന്റെ പുത്രൻ ഷെയ്ഖ് മുഹമ്മദ് അവറുകളാകുന്നു. ഇമാം ഷാഫിയാണെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, നവവി ഇമാം ആണെങ്കിൽ ഓക്കെ, അബു ഹനീഫ തങ്ങളാണെങ്കിൽ ഓക്കെ, ഇമാം ബുഖാരി ആണെങ്കിൽ ഓക്കെ. ഇതാരാ? 1115 ജനിച്ച ഇബ്നു അബ്ദുൽ വഹാബ്. ഉമ്മമാരെ, നിങ്ങൾക്ക് സ്വർഗത്തിലെത്തണോ? ഈ 1115 ജനിച്ചവന്റെ കൂടെ പോയാൽ എത്തുമോ? 941 കൂടെ പോയാൽ എത്തുമോ? ഈ തബ്ലീഗ് ജമാഅത്തിന് കൂടെ പോയാൽ എത്തുമോ? വിളിന്തിച്ചു. അതേമത്ത് നമ്മളാണെങ്കിലോ, ഞാൻ നേരത്തണ്ണിയ ഉസ്താദുമാരിലൂടെ ഇതിനെ സിറാത്തുൽ മുസ്തഖീം പാരമ്പര്യമായി നിബിത്തങ്ങളിലെത്തും. പഴയ പരിപാടി ബക്കറ്റല്ല കയ്യിൽ വാങ്ങിയെങ്കിലും നോട്ട് കിട്ടുള്ളൂ. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. നിങ്ങളെ സമീപിക്കുന്നുണ്ട് പ്രവർത്തകന്മാർ. കാരണം നിങ്ങൾ 10ന്റെ കോയിൻസാർക്ക് ഇടുക, എന്നാലും ശബ്ദം ഉണ്ടാവും സദസ്സിലേക്ക്. ബക്കറ്റില്ലാതെ പോയാൽ മിനിമം 10 രൂപ എന്തായാലും തരും. അത് നിങ്ങളിവിടുത്തെ സിലബസ് പോലെ ചെയ്യാം. ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഇപ്പോൾ കയ്യുമായിട്ട് പോകാനാ. അപ്പം ഏതോ ആകട്ടെ, ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തു നബിയെ അംഗീകരിച്ച സ്വഹാബത്ത്, അവരാണ് കേരളത്തിൽ 10 പള്ളി ഉണ്ടാക്കി. ആ സ്വഹാബത്തിനെ കണ്ട പിൻഗാമികൾ, അവരിൽ നിന്ന് ഇസ്ലാം പഠിച്ച പിൻഗാമികൾ, അവരിൽ നിന്ന് വന്ന പിൻഗാമികൾ, അങ്ങനെയാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ആ പാരമ്പര്യവും ഇന്ന് കാണുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും തബ്ലീഗിന്റെയും പാരമ്പര്യവും തമ്മിൽ അജഗജാന്തരമുണ്ട്. ഒരൊറ്റ കാര്യം സൂചിപ്പിക്കാം. നമ്മൾ റസൂലുള്ളാഹി തങ്ങൾ അംഗീകരിക്കുന്നത് എങ്ങനെയാ? റസൂലുള്ള ഒരു കാര്യം പറഞ്ഞു എന്ന് കേട്ടാൽ അപ്പടി അങ്ങ് അംഗീകരിക്കും.
പിന്നെ ചിന്തിക്കൂല. അങ്ങനെയാണ്. ഉദാഹരണം നേരത്തെ പറഞ്ഞ ഇസ്രാ മിറാജിന്റെ യാത്ര റസൂലുള്ള പോയി തിരിച്ചെത്തിയപ്പോൾ ശത്രുക്കൾ വന്നു പറഞ്ഞു, മുഹമ്മദേ വിശ്വസിക്കൂല. ഒരു രാത്രി കൊണ്ട് 450 കിലോമീറ്റർ ദൂരം, 1 മാസത്തെ വഴി ദൂരം, ആകാശം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരികയോ? കുറേ പേര് രാജിവെച്ചു ഇസ്ലാമിന്റെ. ആ കൂട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ശത്രുക്കൾ സമീപിച്ചു. മിസ്റ്റർ അബൂബക്കർ, നിന്റെ സുഹൃത്തിന്റെ മുഹമ്മദ് വിട്ട് പലതും പറയാൻ തുടങ്ങി. ഇന്നലെ രാത്രി ആകാശത്ത് പോയി തിരിച്ചു വന്നു പോലും ഈ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. അബൂബക്കർ ചോദിച്ചു, അങ്ങനെ പറഞ്ഞോ? ആര് പറഞ്ഞു? മുഹമ്മദ് നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞു? അതെ. എങ്കിൽ സ്വദഖ്തു, ഞാനത് അംഗീകരിച്ചിരിക്കുന്നു. ഞാൻ അന്വേഷിക്കട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ. നോ, റസൂലുള്ള പറഞ്ഞു എന്ന് കേട്ടാൽ അപ്പടി അംഗീകരിക്കുക. ഇതാണ് സുന്നിസം. ഇതറിഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, അന്ത സിദ്ദീഖ്, നിങ്ങളാണ് അബൂബക്കർ സിദ്ദീഖ്. ഇതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. അതിന് പകരം റസൂലുള്ളാഹി പറഞ്ഞാലും പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റൂല. അത് ലേബിൾ കൊണ്ടുപോയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യണം. ലബോറട്ടറിയിൽ കൊണ്ടുപോയിട്ട് അംഗീകരിക്കൂ എന്ന് ഉമ്മമാര് ഒരാൾ പറഞ്ഞാൽ അയാൾ പിന്നെ റസൂലുള്ളാഹി വിശ്വസിച്ചു എന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? നിങ്ങൾ ചിന്തിച്ചോ. എന്നാൽ ഇപ്പോഴത്തെ മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെയാണ്. ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് സമ്മേളനം നടത്തി, KNM വിഭാഗം നടത്തിയപ്പോൾ അതിൽ വെച്ച് പ്രായം ചെന്നൊരു മടവൂർ വിഭാഗത്തിന്റെ പഴയാൾ, അയാളാണ് P മുഹമ്മദ് കുട്ടശ്ശേരി. അയാൾ പഴയാളാണ്, അടവൊക്കെ തെറ്റിയ സാധാ 70 വയസ്സ് കഴിഞ്ഞതാ. അദ്ദേഹം എഴുതിക്കൊണ്ടുവന്ന് തയ്യാറാക്കിയ പ്രസംഗത്തിൽ പറയുന്നു, റസൂലുള്ള പറഞ്ഞാലും ലബോറട്ടറിയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത ശേഷമേ അംഗീകരിക്കാൻ പറ്റൂ. എൻ്റെയൊക്കെ ഉമ്മ ചെറുപ്പത്തിൽ പഠിപ്പിച്ചൊരു ഇൽമുണ്ട്. വിളമ്പി വെച്ച ചായയിലേക്ക് ഈച്ച വീണാൽ ഞാൻ കുട്ടിയാക്കുമ്പോൾ അത് എടുത്ത് ഒഴിവാക്കാൻ നോക്കുമ്പോൾ ഉമ്മ പറയും, മോനെ ശർക്കര ഇട്ട ചായയാണ്, അത് ഒഴിവാക്കരുത്. അന്നൊക്കെ പാവപ്പെട്ട വീടുകളിൽ ശർക്കര ഇട്ട ചായ കുടിക്കൂ, പണക്കാരാണ് പഞ്ചസാര കുടിക്കരുത്. ഇപ്പൊ തല തിരിഞ്ഞു പോയി. ഇപ്പൊ പാവപ്പെട്ട പഞ്ചസാര ഉപയോഗിക്കുന്നു, പണക്കാര ശർക്കരയാ, കാരണം ഒക്കെ ഷുഗറാ പണക്കാർക്കൊക്കെ. അതേസമയത്ത് അന്ന് അങ്ങനെയല്ല. അപ്പൊ ഈ ചായ മറിച്ച് കളയാൻ നോക്കുമ്പോൾ ഉമ്മ പറയും, മോനെ ശർക്കരയുടെ വില എന്താണെന്നറിയോ? ഉമ്മ അതിന് ഈച്ച വീണിട്ടുണ്ട്. മോനെ ഈ വേള് കേട്ടിട്ടില്ലേ? ഈച്ച വീഴുമ്പോൾ അതിൻ്റെ ഒരു ചിറകിൽ വിഷമുണ്ട്, മറ്റേ ചിറകിൽ ശിഫാവുമുണ്ട്. അപ്പൊ ഈച്ച വീഴുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെള്ളത്തിൽ വീണാൽ ഹെലികോപ്റ്റർ വീഴുമ്പോൾ എങ്ങനെ ചെരിഞ്ഞിട്ടാ വീഴാ. അപ്പൊ അതിന്റെ മറ്റേ ചിറക് മുക്കിയെടുത്താൽ ചായ കുടിക്കാം. ഇത് എൻ്റെ ഉമ്മ കിതാബോധി പഠിച്ച ഉമ്മയല്ല, ഖബറുള്ള സന്തോഷാക്കട്ടെ. പക്ഷേ ഉസ്താദ്മാർ അത് പറഞ്ഞു, മുത്തനബി പഠിപ്പിച്ചിട്ടുണ്ട് മറ്റേ ചിറകിൽ ശിഫയുണ്ട് എന്ന്. 1400 കൊല്ലം അത് വിശ്വസിച്ചു. മുജാഹിദ് പലതിലും മാറ്റം വരുത്തിയതുപോലെ പറഞ്ഞു, അംഗീകരിക്കാൻ വരട്ടെ, അത് കൊണ്ടുപോയിട്ട് ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്യണോ? കേട്ടോളൂ നിങ്ങൾ. ഉദാഹരണമായി ഈച്ച കുടിക്കുന്ന പാനീയത്തിൽ വീണാൽ അതിനെ മുക്കിയെടുക്കണം എന്നുള്ള ഹദീസ്, ഈ ഹദീസ് സംബന്ധിച്ച് ആധുനിക പണ്ഡിതന്മാർ സുദീർഘമായ ചർച്ച നടത്തിയിട്ടുണ്ട്. അൽ അസ്ഹറിലെ പണ്ഡിതനായ ഷെയ്ഖ് അബ്ദുൽ മുൻഇം അൻ-നമിർ അഹാദീസുർ റസൂൽ കൈഫ വസലത്ത് ഇലൈന എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ ഹദീസിൽ ഈച്ചയുടെ ഒരു ചിറകിന് രോഗവും, ഒരു ചിറകിൽ രോഗവും മറ്റേ ചിറകിൽ ശിഫയുമാണ്. ഇതേ ഒരു വലിയ സമ്മേളനത്തിലെ പ്രസംഗം ആലോചിക്കണം. കൊട്ടിഘോഷിച്ച് ഗ്രാമാന്തരങ്ങളിൽ പ്രചരണം നടത്തി ഒരുപാട് അമ്പിയാക്കളെ ഔലിയാക്കളെയൊക്കെ പുറന്തള്ളി സുന്നികളെ കാഫറാക്കി മക്കബർ വിളിക്കാൻ പ്രഖ്യാപനം നടത്തി തമ്മിൽ തല്ലി. അതൊക്കെ പറയാം, മുജാഹിദ് തന്നെ തമ്മിൽ തല്ലി. അതൊക്കെയായി നടത്തിയ കൊട്ടിഘോഷിച്ച പ്രസംഗം മലയെലിയെ പ്രസവിച്ചതുപോലെ കുഞ്ഞുങ്ങൾ. ആ വലിയ സമ്മേളനത്തിലൊരു കാര്യപ്പെട്ട പ്രസംഗത്തിന്റെ കോലാണിത്. എങ്കിൽ പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ഒന്നാലോചിച്ചാൽ മതി. കേൾക്കട്ടെ, ബാക്കി പറയട്ടെ. എന്നുള്ള കാര്യം ലബോറട്ടറിയിൽ ഇന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കി തീർക്കേണ്ട കാര്യമാണ്. കണ്ട നിങ്ങൾ. അപ്പൊ അല്ലാഹുവിന്റെ റസൂല്
ഈച്ച വെള്ളത്തിൽ വീണാൽ അതിൻ്റെ ഒരു ചിറകിൽ രോഗമുണ്ടെങ്കിൽ മറുചിറകിൽ ശിഫയുമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലബോറട്ടറിയിൽ കൊണ്ടുപോയി പരിശോധിച്ചെങ്കിലേ വിശ്വസിക്കാൻ പറ്റൂ. ഇവരെ പറ്റി മുസ്ലിം എന്ന് പറയോല്ലേന്ന് ഞാൻ പറയൂല, നിങ്ങൾ ചിന്തിച്ചു.